ഇനി പറയുന്നത് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡെഡ് ബോഡീസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന്, അതായത് എൻവയോൺമെൻറ്റിന് വേറെ ന്യൂസൻസ് ഒന്നും ഉണ്ടാക്കാതെ, അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആ ഡെഡ് ബോഡിന്ന് പകരാതെ, വേറെ ആനിമൽസ് ഒന്നും കടിച്ചുകൊണ്ട് നടക്കാതെയൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡി ഡിപ്പെൻഡിങ് ഓൺ കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് പല തരത്തിൽ ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ചിലവർ ബറി ചെയ്യും, ചിലവർ അത് ക്രിമേറ്റ് ചെയ്ത് കത്തിച്ച് കളയും, അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരികയാണ്. കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണത്. ഇപ്പോൾ പിരമിഡിലൊക്കെ ബറി ചെയ്യുന്നത് അതൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു രീതിയായിരുന്നു പണ്ട് കാലത്ത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളായിരുന്നു. അങ്ങനെ പല രീതികൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. ചിലർ വെള്ളത്തിൽ ഒഴുകി കളയുന്നവരുണ്ട്, കടലിൽ കളയുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്നും അല്ല ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ട് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം 2 means ഓഫ് ഡെഡ് ബോഡി ഡിസ്പോസൽ, 2 means ആണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ മെയിനായിട്ട് 2 തരത്തിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബേണിങ് അല്ലെങ്കിൽ ക്രിമേഷൻ, കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ബറിയൽ, കുഴിച്ചിടുക. ഇങ്ങനെ 2 മെത്തേഡാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ബേണിങ് അല്ലെങ്കിൽ ക്രിമേഷനാണ്. ഇറ്റ് ഈസ് എഗെയിൻ ഓഫ് 2 types. അപ്പോൾ ഈ ബേണിങ്, കത്തിച്ച് കളയുന്നത് 2 രീതിയിലാണ്. ട്രഡീഷണൽ മെത്തേഡും ഇലക്ട്രിക് ക്രിമേഷനും. ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ വിറകൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചാണകവരളിയൊക്കെ ഉപയോഗിച്ച് കത്തിക്കുന്നത്. ഇലക്ട്രിക് ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അത് കത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 രീതിയിലാണ് ബേണിങ് അല്ലെങ്കിൽ ക്രിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ മേജറായിട്ടും 2 തരത്തിലാണ് ഡെഡ് ബോഡി ഡിസ്പോസൽ: ബേണിങ് അല്ലെങ്കിൽ ക്രിമേഷൻ, പിന്നെ ബറിയൽ, കുഴിച്ചിടുക. അതിൽ തന്നെ ബേണിങ് വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്: ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡും പിന്നെ ഇലക്ട്രിക് ക്രിമേഷനും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പണ്ട് കാലം തൊട്ട് ചെയ്തു വരുന്നത്, അതായത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ. ഇപ്പോഴും ആണെങ്കിലും ഇലക്ട്രിസിറ്റി ഒന്നും അവൈലബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫർണസ് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ബറി ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ വുഡൻ പ്ലാങ്ക്സ് ആർ പ്ലേസ്ഡ് വൺ അബവ് ദ അതർ അപ്രോക്സിമേറ്റ്ലി അപ് ടു 2 to 3 feet ഹൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് കത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വുഡൻ പ്ലാങ്ക്സ്, നമ്മുടെ മരക്കഷ്ണങ്ങൾ, അത് ഒരു 2 to 3 അടി വരെ മുകളിൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നു. എന്നിട്ട് ഓവർ ദാറ്റ് ഡെഡ് ബോഡി ഈസ് പ്ലേസ്ഡ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെഡ് ബോഡി വെക്കുന്നു. ഓവർ ദാറ്റ് അഗെയിൻ വുഡൻ പീസസ് ആർ പ്ലേസ്ഡ് ടു എ ഹൈറ്റ് ഓഫ് 1 feet ലെങ്ത് ആൻഡ് ബ്രെഡ് ഷുഡ് ബി 7 to 8 feet by 4 feet റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആ മെഷർമെൻറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഡെഡ് ബോഡി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വിറക് വെക്കുകയാണ് ചെയ്യുന്നത്. 1 feet മുകളിൽ വരെ വീണ്ടും വിറക് വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ലെങ്ത് എന്ന് പറയുന്നത് 7 to 8 feet, ആളുടെ നീളം അനുസരിച്ചിട്ട്. അപ്പോൾ 7 to 8 feet നീളവും 4 feet വീതിയൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ വിറക് മുട്ടി വെച്ച് ഇങ്ങനെ കത്തിച്ച് കളയുന്നതിനാണ് നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ കിൻഡ്ലിംഗ് ഓഫ് ഫയർ ഇറ്റ് ടേക്സ് അബൌട്ട് 8 hours ഫോർ കംപ്ലീറ്റ് ബേണിംഗ്. അപ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂർ വരെ വേണം, കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് പോകാനായിട്ട് 8 മണിക്കൂർ വരെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ മെത്തേഡ്, നമ്മൾ വിറക് മുട്ടി ഉപയോഗിച്ച് കത്തിക്കുന്നത്. ഇഫ് ദ ഡെത്ത് ഈസ് ഡ്യൂ ടു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദ ഡെഡ് ബോഡി ഷുഡ് ബി റാപ്ഡ് വിത്ത് എ ക്ലോത്ത് ഡിപ്ഡ് ഇൻ ഡിസിൻഫെക്റ്റൻറ്റ്. അപ്പം ഇങ്ങനെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിനാണ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ വന്നിട്ട് മരിച്ച ആളാണെങ്കിൽ ആ ആളുടെ ബോഡി ഡിസിൻഫെക്റ്റൻറ്റിൽ മുക്കിയൊരു തുണി കൊണ്ട് കെട്ടിയിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം ഈ ഇതിൽ വെക്കാനായിട്ട്, ഈ ചിതയിൽ വെക്കാനായിട്ട്. അപ്പോൾ ചിത ഒരുക്കി കത്തിക്കുക, അതിനെയാണ് നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്രിമേഷൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡ് പറയുന്നത്. നമ്മൾ വിറക് വയ്ക്കുന്നു, ഒരു 2 to 3 feet ഹൈറ്റ് വിറക് വെക്കുന്നു, അതിൻ്റെ മുകളിൽ ഡെഡ് ബോഡി വയ്ക്കുന്നു, പിന്നെ വീണ്ടും വിറക് വയ്ക്കുന്നു 1 feet ഹൈറ്റ് വരെ, എന്നിട്ട് കത്തിക്കുന്നു. കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂർ വരെ എടുക്കും കംപ്ലീറ്റ് ആയിട്ട് കത്തി തീരാനായിട്ട്. പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ട് മരിച്ച ആളാണെങ്കിൽ ആ ആളുടെ ബോഡി ഒരു ഡിസിൻഫെക്റ്റൻറ്റിൽ മുക്കിയ തുണി കൊണ്ട് റാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ട്രഡീഷണൽ മെത്തേഡ്. അടുത്തത് പറയുന്നത് ക്രിമറ്റോറിയാണ്. അത് പൊതു ശ്മശാനമാണ്, അതിനാണ് ക്രിമറ്റോറിയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബോഡി കൊണ്ടുവന്ന് ബറിയല്ല, ബേൺ ചെയ്യുന്ന സ്ഥലമാണ്. ഇറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ സിറ്റി ഇൻ ആൻ ഐസൊലേറ്റഡ് ആൻഡ് കാം പ്ലേസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ജനങ്ങൾ അങ്ങനെ തിങ്ങി പാർക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത്, അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും പിന്നെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തും വേണം ഇങ്ങനെ ഒരു ക്രിമറ്റോറിയം പണിയാനായിട്ട്.
ഓഫീസ് ഷുഡ് ഹാവ് എ രജിസ്റ്റർ ഓഫ് റെക്കോർഡ് അബൌട്ട് ദ ഡെഡ്. അപ്പോൾ ഈ ഡെഡ് മരിച്ചയാളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏത് ഹോസ്പിറ്റലിലാണ്, എപ്പോഴാണ് മരിച്ചത്, പേര്, അതുപോലെ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടുത്തെ ഒരു രജിസ്റ്ററിൽ കുറിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എപ്പോഴും ലഭ്യമായിരിക്കണം. അപ്പോൾ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ക്രിമേഷൻ. പിന്നെ ക്രിമേഷന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവണം. ഇപ്പോൾ വിറക്, നമ്മൾ ചിതയൊക്കെ ഒരുക്കിയാണ് കത്തിക്കുന്നതെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വേണം. ഫ്യൂവൽ വേണം, വിറക് വേണം, അങ്ങനെയൊക്കെ ഉള്ളത്. ആൻ അസിസ്റ്റൻറ്റ് ഫോർ ദ വർക്ക്. പിന്നെ ഇതിനെല്ലാം സഹായിക്കാനായിട്ട് അവിടെ ഒരു അസിസ്റ്റൻറ്റ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ക്രിമിറ്റോറിയം, ഒരു ശ്മശാനത്തിൽ വേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. ലെസ് പ്ലേസ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇങ്ങനെ കത്തിക്കുകയാണ്, നമ്മൾ വിറകൊക്കെ വെച്ച് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്പേസ് മതി. ആ ആളുടെ ഹൈറ്റ് വെയിറ്റ് അങ്ങനെ നോക്കിയിട്ട് ആ ഒരു സ്പേസ്, നമ്മൾ 6 അടി എന്ന് പറയില്ലേ, അങ്ങനെ മതി. ബേണിംഗ് ഡിസ്ട്രോയ്സ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്. പിന്നെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നെങ്കിൽ ഈ ബേൺ ചെയ്യുന്നത് വഴി അതെല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ എനി പ്ലേസ് ഇൻക്ലൂഡിങ് വില്ലേജസ്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്, ഡിസ്പോസൽ മെത്തേഡാണ്. അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഈസ് ഐഡിയൽ ആൻഡ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡി. അപ്പോൾ ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. ഇത് കംപ്ലീറ്റ് കത്തി തീരാനായിട്ട് 8 മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് മതി. അപ്പോൾ ആ 8 മണിക്കൂർ കൊണ്ട് ഫുള്ളും ആ ബോഡി ഡിസ്പോസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള ഡിസ്പോസൽ മെത്തേഡാണ് ഇത്. ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കൺസംഷൻ ഓഫ് ഫ്യൂവൽ ഈസ് മോർ. ഒത്തിരി ഫ്യൂവൽ വേണം. ഇപ്പോൾ വിറകാണെങ്കിലും അത് കത്താനുള്ള കുറച്ച് ബാക്കി ഫ്യൂവൽസ് ആണെങ്കിലൊക്കെ ധാരാളം വേണം. പിന്നെ പറയുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. കാരണം ഇത് കത്തുവാണല്ലോ, വിറകൊക്കെ കത്തണം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പം മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്. പിന്നെ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഇലക്ട്രിക് ക്രിമേഷനാണ്. അതായത് ഇവിടെ വിറകൊന്നും അല്ല ഉപയോഗിക്കണം, നമ്മൾ കറണ്ട് ഉപയോഗിച്ച് ക്രിമേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ക്രിമേഷനാണ്. ശ്മശാനത്തിലൊക്കെ ആണെങ്കിലും ഇലക്ട്രിക് ക്രിമേഷനാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഫർണസ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്രിമേഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫർണസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ അതിന് വേണ്ട കാര്യമാണ് ഇലക്ട്രിക് ഫർണസ്. കോമൺലി ഫൗണ്ട് ഇൻ ബിഗ് സിറ്റീസ് വേർ ഇലക്ട്രിക് ഫർണസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർ അവൈലബിൾ. അപ്പോൾ ഇത് കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞാൽ സിറ്റീസിലാണെന്നാണ് പറയാം. പക്ഷെ നമ്മളിപ്പോൾ എല്ലാ വില്ലേജസിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഉള്ളത്. ഇലക്ട്രിക് ഫർണസും അതുപോലെ ഇലക്ട്രിസിറ്റി ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ പാർട്സ്, അതായത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ക്രിമറ്റോറിയം അല്ലെങ്കിൽ ഇലക്ട്രിക് ക്രിമേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫർണസ് വേണം, ഇലക്ട്രിക് ഫർണസ് വേണം, ഇലക്ട്രിസിറ്റി കണ്ടക്ടിങ് കോയിൽ, സ്പെഷ്യൽ അയൺ ചേംബർ വിച്ച് പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ടു എക്സ്റ്റീരിയർ. അപ്പോൾ ഒരു ചേംബർ വേണം, അതായത് ഒരു പെട്ടി പോലെ അയൺ ചേംബറാണത്, അതിൻ്റെ അകത്താണ് ഈ കത്തണത്. അപ്പം നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ ഈ ചേംബർ, ഇലക്ട്രിക് ചേംബർ എന്ന് പറയുന്നത്. ഫർണസ് വേണം, ഇലക്ട്രിക് കണ്ടക്ടിങ് കോയിൽ വേണം, പിന്നെ സ്പെഷ്യൽ അയൺ ചേംബർ വിച്ച് പ്രിവെൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ടു എക്സ്റ്റീരിയർ. The coil is heated to red hot and turns body into ashes in 2 to 3 hours. Ashes can be collected from outside. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോയിൽ ഹീറ്റ് ആവും. അപ്പം നമ്മുടെ ഈ അയൺ ബോക്സിൻ്റെ ഒക്കെ അതുപോലെ തന്നെ ആ ഇലക്ട്രിസിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ഈ കോയിൽ ഹീറ്റ് ആവും. അപ്പം അതിൽ വെച്ചിരിക്കുന്ന ബോഡി അപ്പം തന്നെ കത്തുവാണ്. ഒരു 2 to 3 hours തന്നെ ഇത് ഫുള്ള് ബേൺ ചെയ്ത് വരും. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ആ ആഷസ് നമുക്ക് പുറത്തുനിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ അത് റിലീജിയസ് ആയിട്ടുള്ള പർപ്പസിന് പലരും എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ബാക്കി നമുക്കിങ്ങനെ ചിതാഭസ്മം പോലെയൊക്കെ ആക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഷസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കോയിൽ ഈസ് ഹീറ്റഡ് ടു റെഡ് ഹോട്ട്, ടേൺസ് ബോഡി ഇൻ ടു ആഷസ് ഇൻ 2 to 3 hours. ആഷസ് ക്യാൻ ബി കളക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്. അപ്പം അതാണ് ഇവിടുത്തെ 2 to 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ബേണിങ് നടക്കും. മറ്റേ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ വരെ എടുക്കുമായിരുന്നു. ഇത് പെട്ടെന്നാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കൺസ്യൂം ലെസ് ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം മതി, പിന്നെ സ്പേസും അധികമൊന്നും വേണ്ട. പ്രിവെൻറ്റ് എയർ പൊല്യൂഷൻ ആൻഡ് ബാഡ് ഓർഡർ. എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല, കാരണം ഒരു ചേംബറിൻ്റെ അകത്തിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എയർ പൊല്യൂഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബാഡ് ഓർഡർ, സ്മെല്ലൊന്നും വരുന്നില്ല. എല്ലാം അതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇലക്ട്രിസിറ്റി വേണം, അതുപോലെ ഫർണസ് വേണം, കോയിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ അത് എക്സ്പെൻസീവ് ആണ്.
അപ്പോൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇലക്ട്രിക് ഫർണസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർ നെസസറി, അത് വേണ്ടതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫർണസും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും അതൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വില്ലേജസ്, പിന്നെ വില്ലേജസിന് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. വില്ലേജസ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കൊണ്ടാവാം. പിന്നെ പറയുന്നത് വെച്ചാൽ അവരുടെ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നുള്ള വ്യത്യാസം, അതും ഒരു കാരണമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആദ്യം പറഞ്ഞ വേറെ ഇൻഫെക്ഷ്യസ് ഡിസീസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. ട്രഡീഷണൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഇതിൽ വരും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടൈമും സ്പേസും ഒക്കെ കുറച്ച് മതി. ലാസ്റ്റ് പറയുന്നത് എർത്ത് ബറിയലാണ്. അത് നമ്മൾ ബോഡി കുഴിച്ചിടുക, അതിനെയാണ് ഈ എർത്ത് ബറിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ റിലീജിയസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദു കസ്റ്റമാണ് ഈ കത്തിച്ച് കളയുക എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ബറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് ബറിയലാണ് പറയുന്നത്. അപ്പോൾ ഈ എർത്ത് ബറി, ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അതൊരു കോഫിൻ, ഒരു പെട്ടിക്കകത്ത്, ശവപ്പെട്ടിക്കകത്ത് അടച്ചിട്ടാണ് ബറി ചെയ്യുന്നത്. മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ അവർ അല്ലാതെ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ബറീഡ് ഡെഡ് ബോഡി ഗെറ്റ് ഡീകമ്പോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അപ്പം ഇങ്ങനെയാണ് ഈ ഡീകമ്പോസിഷൻ വഴിയാണ് ഇവിടെ ബോഡി ഡിസ്പോസ്ഡ് ആവുന്നത്. കുറേ നാളെടുത്ത് അത് ഡീകമ്പോസ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. ദ മഡ് വിച്ച് കണ്ടെയ്ൻ മോയ്സ്ചർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ പർപ്പസ്, ദ പ്ലേസ് ഷുഡ് ബി ഫേം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ മഡ്, അതായത് വെള്ളം, ഈർപ്പമുള്ള മഡ്, അവിടെ നമുക്ക് ഇത് ബോഡി ബറി ചെയ്യാൻ പറ്റില്ല. നല്ല ഫേമായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഡെഡ് ബോഡി ബറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ബറി ഡെഡ് ബോഡി ഗെറ്റ് ഡീകമ്പോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അപ്പോൾ മൈക്രോബ്സിൻ്റെ ആക്ഷൻ വഴി ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഈ ബോഡി നശിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ഉള്ള സ്ഥലത്ത് നമുക്ക് ബറി ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഡയമെൻഷൻസ് പറയുന്നത് 3 to 5 feet ഡീപ്പ്. അപ്പോൾ കുഴിയുടെ ആഴമാണ്, നമ്മൾ ബറി ചെയ്യുന്ന കുഴി എന്ന് പറയുന്നത് 3 തൊട്ട് 5 അടി വരെ ആഴത്തിലായിരിക്കണം. പിന്നെ പറയുന്നത് 4 feet ബ്രോഡ്, അത് വീതിയാണ് പറയുന്നത്, 4 അടി വീതിയും അതുപോലെ 6 തൊട്ട് 6.5 അടി നീളം. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, 6 അടി നീളത്തിൽ 6 അടി മണ്ണിൽ എന്ന് പറയില്ലേ, അത് ആളുടെ ഹൈറ്റാണ് പറയുന്നത്. അപ്പോൾ 6 തൊട്ട് 6.5 അടി വരെ നീളം വേണം, അതുപോലെ 4 അടി വീതി വേണം, 3 തൊട്ട് 5 അടി വരെ ഡീപ്പ്, അത്രയും ഡെപ്തിലായിരിക്കണം കുഴിക്കേണ്ടത് പിറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മെഷർമെൻറ്റ്സിലാണ് പിറ്റ് ഡഗ് ചെയ്യുന്നത്. ഇഫ് ബോഡി ബറീഡ് വെരി ഡീപ്പ് ഇറ്റ് അഫക്ട്സ് ദ ഡീകമ്പോസിഷൻ ഓഫ് ദ ബോഡി. ഇപ്പോൾ ഒത്തിരി ഈ നമ്മളീ പറഞ്ഞ 5 അടിയിൽ നിന്നും താഴേക്ക് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് ഡീകമ്പോസിഷനെ ബാധിക്കും. അത് ഡീകമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇഫ് ബോഡി ബറീഡ് വെരി ഡീപ്പ് ഇറ്റ് അഫക്ട്സ് ദ ഡീകമ്പോസിഷൻ. ഇഫ് ഇറ്റ് ഈസ് ലെസർ ദാൻ 3 feet ആനിമൽസ് മേക്സ് ഇറ്റ് ഔട്ട് ആൻഡ് കോസ് ഇൻകൺവീനിയൻസ്. അപ്പോൾ ഇതിലും, അതായത് 3 അടിയിലും അത്രയും കൂടെ കുഴിച്ചിട്ടില്ലെങ്കിൽ, 3 അടി പോലും കുഴിക്കാതെയാണ് നമ്മൾ ബറി ചെയ്യുന്നതെങ്കിൽ അതെന്താ പറ്റുന്നത് വെച്ചാൽ ഇപ്പം മൃഗങ്ങളൊക്കെ, കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ്, പട്ടി അങ്ങനെയുള്ള ആനിമൽസ് അല്ലെങ്കിൽ കുറുക്കൻ അങ്ങനെയുള്ളതൊക്കെ ഇത് വന്ന് തെരഞ്ഞിട്ട് ബോഡി പുറത്തേക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഇൻകൺവീനിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 3 തൊട്ട് 5 അടി വരെ അതിൻ്റെ ഇടയിലായിരിക്കണം നമ്മൾ കുഴി എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് മേ സ്പ്രെഡ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി നശിക്കുന്നില്ലല്ലോ, സമയമെടുത്ത് പതുക്കെയാണ് ഇത് നശിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷ്യസ് അസുഖങ്ങളൊക്കെ വന്നിട്ട് മരിച്ച ഒരാളാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ടേക്സ് ലോങ് ടൈം ഫോർ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഒത്തിരി സമയമെടുക്കും. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് സിറ്റീസിന് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ബറി ചെയ്യുവാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിലൊരു കുഴിമാടം അല്ലെങ്കിൽ ടോംബ് അങ്ങനെയൊക്കെ പണിയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സ്ഥലം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ബിഗ് സിറ്റീസിന് അതത്ര സ്യൂട്ടബിൾ അല്ല, സ്ഥലം ഒത്തിരി വേണ്ടി വരും. പിന്നെ ഇറ്റ് പ്രൊഡ്യൂസ് സോയിൽ പൊല്യൂഷൻ ഒത്തിരി നാൾ എടുത്ത് ഡീകമ്പോസ് ചെയ്യുന്നതുകൊണ്ട് അത് സോയിൽ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കോസ് എയർ പൊല്യൂഷൻ, കത്തിക്കുന്നില്ലാത്തതുകൊണ്ട് എയർ പൊല്യൂഷൻ്റെ പ്രശ്നമില്ല. സേവ്സ് ഫ്യൂവൽ ആൻഡ് മണി ഇൻ സിമ്പിൾ ബറിയൽസ്. പിന്നെ ഫ്യൂവലും മണിയും നമുക്ക് സേവ് ചെയ്യാം. ഫ്യൂവൽ കത്തിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം ഫ്യൂവൽ വേണ്ട. അതുപോലെ തന്നെ മണി, അതും ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഇലക്ട്രിക് ക്രിമേറ്ററിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. അപ്പോൾ ബറിയൽ മെത്തേഡിൽ മൈക്രോബ്സിൻ്റെ ആക്ഷൻ വഴിയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അത്
ഡീകമ്പോസ് ചെയ്യാൻ സമയം എടുക്കും. പിന്നെ വേണ്ടത് അതിൻ്റെ ഡയമെൻഷൻസ് ആണ്. പിറ്റിൻ്റെ ഡയമെൻഷൻസ് ആണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്പോസൽ, ഡെഡ് ബോഡി ഡിസ്പോസൽസിൻ്റെ മെത്തേഡ്സ്.